അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്കൊരു കോളനി കാണാതെ. ഇതൊരു 15 വർഷം മുമ്പ് ഇവിടെ ഒരു കോളനി ആയതാണ്. വരുന്ന വഴിക്ക് കണ്ടാണ് ഇവിടെ ചേന കൃഷി ചെയ്തേക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കപ്പ കൃഷിയും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കപ്പ കൃഷി. പണ്ട് മൂലട്ടൻ കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓലി എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഈ കാണുന്നൊരു ഓലിയാണ്. നല്ല തെളിഞ്ഞ വെള്ളം കിടക്കുന്ന ഓലി കണ്ടോ. ഇത് ഭംഗിയല്ലേ കാണാൻ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകണം ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിൽ ചെയ്യുന്ന കണ്ണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്, ഒരു കൊച്ചു മലയോര ഗ്രാമമാണ് കണ്ണിക്കൽ. അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും മണപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. മണപ്പാടി മൂന്നുകൽ റോഡിലാണ് നിൽക്കുന്നത്. ഈ കാണുന്ന വഴി മണപ്പാടിയിൽ നിന്ന് മൂന്നുകൽ വന്ന വഴിയാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് കണ്ണിക്കലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു കുരിശൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്ന ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ കണ്ണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അതേ നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡുകളിൽ നമുക്ക് റബ്ബർ തോട്ടങ്ങളും വീടുകളൊക്കെ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ താഴെക്കൂടെ തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴേന്ന് ഈ കയറ്റമൊക്കെ കയറി ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് മണപ്പാടി വെള്ളച്ചാട്ടം എന്നാണ്. നമ്മുടെ അനൂര് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അതായത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ ഈ ഭാഗത്തോട്ട് ഒഴുകിയിട്ട് നമ്മുടെ താഴെ മണപ്പാടിയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ആ വെള്ളച്ചാട്ടം കാണത്തില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ കാണുന്നത് നമ്മുടെ അനൂര് മലയാണ്. അനൂര് മലയിൽ നിന്ന് അവിടെ ആ ഒരു ഇടുക്കിയിൽ നിന്നാണ് വെള്ളം ഒഴുകി വന്ന് അവരോടെ വന്നിട്ട് ഇതേ കാണുന്ന സ്ഥലത്തോടെ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. ഇവിടെകളെല്ലാം കുറേ വീടുകൾ ഈയിടയ്ക്ക് പണിതിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒന്നും ഇവിടെ വീടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടാണ് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് പാമ്പനാമല എസ്റ്റേറ്റ് കേട്ടോ. റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് കുറേ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ ചെല്ലുന്തോറും വീടുകളുടെ എണ്ണം കുറവായിരിക്കും. ഇതിലൂടെ ഒരു തോട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിയിലെ റോഡിൻ്റെ അവസ്ഥയായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാം ഏതാണ്ട് കുട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ശരിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ ഭാഗമൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്കൊരു കോളനി കാണാതെ. ഇതൊരു 15 വർഷം മുമ്പ് ഇവിടെ ഒരു കോളനി ആയതാണ്. അപ്പോൾ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെയുള്ള ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ വീടുകളാണ്, കോളനിയിലെ വീടുകളാണ്. എൻ്റെ പേര് പുഷ്കരൻ ചേട്ടനാണ്. ചേട്ടാ ഈ ചട്നി കോളനി താമസിക്കുന്നല്ലേ? അതെ അതെ അതെ. അപ്പോൾ എത്ര വർഷം മുമ്പാണ് ഇവിടെ കോളനി വന്നത്? ഇവിടെ 96 ഈ വരാനുള്ള സാഹചര്യം എന്നായിരുന്നു? വരാനുള്ള സാഹചര്യം ടോപ്പി കോളനി എന്ന് പറഞ്ഞൊരു കോളനിയിലല്ല. ടോപ്പി കോളനിയിലെ വെള്ളം കയറും. അങ്ങനെ നമ്മുടെ അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നേൽ അപ്പൻചേട്ടൻ മുൻകൈ എടുത്ത് കളക്ടറേറ്റിൽ ചെന്ന് സൂര്യഗീതി കർഷക തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി എടുത്ത് ഇവിടെ 32 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം. 32 കുടുംബക്കാരോട് 32 കുടുംബക്കാരുണ്ട്. 32 കുടുംബക്കാരില്ല. കുറെ ആൾക്കാരൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ കുറെ പോയി. പിന്നെ 1-2 പേരെ കൈമാറ്റമൊക്കെ ചെയ്തൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അറക്കുളത്തായിരുന്നു. അറക്കുളത്ത് 12 മൈലില് ആറിന്റെ ഭാഗത്ത് ആ വാട്ടർ ടാങ്കിന്റെ അടുത്ത്. വാട്ടർ ടാങ്കിന്റെ അടുത്തായിരുന്നു എല്ലാവരും ആവശ്യമുണ്ടിരുന്നത്. അപ്പം വെള്ളം കയറുന്ന ഓർത്തുകൊണ്ടാണ് വെള്ളം കയറുന്ന സർക്കാർ മാറ്റി താമസിക്കാം. ഈ MEIP ഇറക്കി നോട്ടീസ് വന്നായിരുന്നു. അപ്പൊ ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് 10-60 ദിവസം നിരാഹാരം കിടന്നു. അതിന്റെ ഫലമായിട്ട് അപ്പൻചാട്ടൻ ഇടപെട്ടാണ് ഭൂമി ഇവിടെ കോളനിയിൽ ഭൂമി എടുത്ത് നമുക്ക് തന്നത്. അപ്പൊ അതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം. അതെ അതെ. അപ്പൊ അതേ നമ്മള് ഇവിടുത്തെ കോളനി എല്ലാം കഴിഞ്ഞത് മുമ്പോട്ട് പോവാണ്. ഇവിടെ എല്ലാം വീടുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. വഴി കുറച്ച് മോശമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എപ്പോഴേക്കും നമുക്ക് കാലാവസ്ഥയ്ക്കൊന്ന് മാറിയ പോലെ ഉണ്ട്. നല്ല രൂപയിൽ ഇളഞ്ഞൊരവസ്ഥ. അപ്പൊ ഇവിടെ കന്നാര കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. റോഡ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ, വളരെ മോശമായിട്ട് തുടങ്ങി. ഒരു 3-4 വർഷമായിട്ട് റോഡിന്റെ അവസ്ഥ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ കണ്ണിക്കൽ വന്നപ്പോൾ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കുന്നേമുറി വെള്ളച്ചാട്ടം കേട്ടോ. മഴക്കാലത്ത് നല്ല ശക്തി പ്രാപിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വരുന്ന വഴിക്ക് കണ്ടാണ് ഇവിടെ ചേന കൃഷി ചെയ്തേക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കപ്പ കൃഷിയും കാണാം കേട്ടോ.
അപ്പോൾ നമ്മുടെ നാട്ടിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കപ്പ കൃഷി. പണ്ട് മൂലട്ടൻ കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പം അധികം ആൾക്കാരൊന്നും കൃഷി ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവർ സോളാർ ഫെൻസിങ് ഒക്കെ കെട്ടി ഈ കപ്പ കൃഷിയെ സംരക്ഷിച്ചിരിക്കുകയാണ്. കാട്ടുപന്നിയും മുള്ളമ്പന്നി വരെ ശല്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അതേ അവിടെ നിന്ന് ടാറിങ് മാറിയിട്ട് കോൺക്രീറ്റ് റോഡായിരിക്കുകയാണ്. ഇപ്പം ഈ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇരു സൈഡുകളിലും നമുക്ക് ഒരുപാട് കൃഷി, റബ്ബർ കൃഷിയും ഒക്കെ കാണാതെ കൊക്കോയുണ്ട്. ഇത് അങ്ങോട്ട് ഇനി കയറ്റമാണ്. ഇതൊരു കാർഷിക മേഖലയാണ്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമുക്കൊരു അങ്കണവാടി കാണാതെ. ഇതാണ് അങ്കണവാടി. എന്താ കാണുന്നില്ല, ഇവിടെ മലനിരകളാണ് ഇവിടുത്തെ. ഇതെല്ലാം വീടുകളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഇവിടെ ഗ്രാമസഭയും കാര്യങ്ങളൊക്കെ കൂടുന്ന ഇവിടെയാണ് തോന്നുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ കണ്ണിക്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിക്കലെ കമ്മ്യൂണിറ്റി ഹാൾ കേട്ടോ. ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പുറകിലായിരുന്നു പണ്ട് നമ്മുടെ ഇപ്പോൾ പുത്തേട് പ്രവർത്തിക്കുന്ന കണ്ണിക്കലെ CSI പള്ളി. ആ പള്ളി ഇപ്പോഴും കണ്ണിക്കൽ CSI പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പുറകിലായിരുന്നു. ഒരു 125 വർഷം മുമ്പ് വരെ ഈ പ്രദേശത്തായിരുന്നു പള്ളി. അതായത് കാണുന്ന പ്രദേശത്തായിരുന്നു പള്ളി ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുത്തേടിലോട്ട് മാറ്റി സ്ഥാപിച്ചത് കേട്ടോ. അപ്പം ഇവിടെ ആയിരുന്നുകൊണ്ടാണ്, ഈ കണ്ണിക്കൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോഴും ആ പള്ളിക്ക് കണ്ണിക്കപ്പള്ളി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് കൃഷിയും വീടുകളും എല്ലാം കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓലി എന്നൊക്കെ പറയുന്നത് കണ്ടോ. ഈ കാണുന്നൊരു ഓലിയാണേ. നല്ല തെളിഞ്ഞ വെള്ളം കിടക്കുന്ന ഓലി കണ്ടോ. ഇത് ഭംഗിയല്ലേ കാണാൻ. നമ്മൾ ഇടുക്കിയിലും വയനാടൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓലി. നമ്മൾ കുടിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന വെള്ളം ഇതിനകത്തൊക്കെയാണ് എടുക്കുന്നത്. ഓസൊക്കെ ഇട്ട് ആൾക്കാർ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇത് കൊക്കോ ചെയ്ത് പഴുത്ത് കിടക്കുന്നു. കൊക്കോ കൃഷിയുടെ കാഴ്ചകളൊക്കെ കാണാം. റോഡിൻ്റെ ഇരു സൈഡുകളിൽ നമുക്കിത് ഒരുപാട് കൃഷികൾ കാണാം. ഇവിടെ റോഡിനെ കുറിച്ച് കിട്ടുന്നത് റോഡ് ഡിസ്റ്റൻസ് തന്നെ 2011-12 കാലഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണിത്. ഈ പ്രദേശത്തും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ആൾക്കാരിപ്പോഴും ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. നല്ല താമസിക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. നല്ല രീതിയിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങനെ ആൾക്കാരൊന്നും പോകാറില്ല. നല്ല കൊക്കോയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നത്. റബ്ബർ ഉണ്ട്. ഒരു മലയോര മേഖലയാണ്. മൂലവട്ടത്തിൻ്റെ ഒരു മലയോര മേഖലയാണ് കണ്ണിക്കല്. ഇവിടെ ഒരുപാട് കൊക്കോ തോട്ടങ്ങളും അതുപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളും ഉണ്ട് കേട്ടോ. ഇവർക്ക് കൊക്കോ മയമാണ് ഇവിടെ. കോൺക്രീറ്റ് റോഡാണ്, അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വഴിക്ക് ഇറങ്ങി വരാനൊക്കെ. ഇതെല്ലാം നമുക്കത് തടിയൊക്കെ മുറിച്ചിട്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലായിടത്തും ചെറിയ ചെറിയ നീർച്ചാലുകളുണ്ട്. ഇത് കണ്ണിക്കലെ വഴി ഏതാണ്ട് തീർന്നു. ഇവിടെയാണ് കോർട്ടുള്ളത്. ഇവിടെ വരെ വഴിയുള്ളൂ. ബാക്കി അങ്ങോട്ട് ചെറിയ നടപ്പ് വഴികളോ ചെറിയ ഓഫ് റോഡ് വഴികളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഈ വഴിക്ക് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു വലിയൊരു പാറ കാണാം കേട്ടോ. ഈ പാറയുടെ അടിയിൽ കള്ളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ്ട് പണിതാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കോൺക്രീറ്റ്. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വരണം നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ. ഇതുണ്ടോ ചെറിയൊരു അള്ളു പോലെയുള്ളൊരു പാറയുടെ അടി വശം കണ്ടോ. ഇല്ല അള്ള, നമുക്കൊരു 5-6 പേർക്ക് മഴയത്തൊക്കെ കയറിയിരിക്കാൻ പറ്റിയൊരു അള്ളാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറക്കുളം പഞ്ചായത്തിൽ 10-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഒരുപാട് ചരിത്രമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കണ്ണിക്കൽ. കണ്ണിക്കൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പണ്ടൊരു പോസ്റ്റ് ഓഫീസും അതുപോലെ 3-4 കടകളൊക്കെ 40 വർഷം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ അറക്കുളം പഞ്ചായത്തിലെ കണ്ണിക്കൽ എന്ന പ്രദേശത്തെ കാഴ്ചകൾ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.